പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. സഹോദരങ്ങളെ, ആദ്യ വെള്ളിയാഴ്ച ദിനത്തിന്റെ എല്ലാ പ്രാർത്ഥനകളും നേരുകയാണ്. നന്നായിട്ട് ബലിയർപ്പിച്ചോളൂ അല്ലേ. നമുക്ക് ഞാനിത് പറയുമ്പോൾ പ്രിയ സഹോദരൻ, ഈ ആദ്യ വെള്ളിയാഴ്ച ഷെയറിങ് നടത്തുമ്പോൾ അട്ടപ്പാടിയിലാണ് കേട്ടോ. അട്ടപ്പാടിയിൽ വട്ടാലിച്ചിൻ്റെ ശുശ്രൂഷയിൽ പങ്കെടുക്കാനായിട്ട് വന്നിരിക്കുകയാണ്. ഇത് പറയുമ്പോൾ ഈ ആദ്യ വെള്ളിയാഴ്ചയുടെ പ്രത്യേകത പറയുമ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ എൻ്റെ അടുത്ത് വന്ന് പറയായിരുന്നു, ആദ്യ വെള്ളിയാഴ്ച ഈശോയുടെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിതമായ ദിവസമല്ല, വളരെ പ്രത്യേകമായ വിധത്തിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ഏറ്റവും വലിയ ഡ്രീമാണ് നന്നായിട്ട് ഒരുങ്ങി ബലിയർപ്പിച്ച് ദിവ്യകാരുണ്യം സ്വീകരിക്കുക എന്നുള്ളത്. അതും പറയായിരുന്നു അച്ഛൻ, ഒരു 12 വർഷത്തിലധികമായി എനിക്ക് 2 തഴക്കദോഷങ്ങൾ, വളരെ പ്രധാനപ്പെട്ട എൻ്റെ ജീവിതത്തിൽ നശിപ്പിക്കുന്ന 2 തഴക്കദോഷങ്ങൾ, എനിക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടേണ്ട ആഗ്രഹമുണ്ട്. അങ്ങനെ ഞാൻ എൻ്റെ വലിയൊരു ഡ്രീമാണ് നന്നായിട്ട് ഒരുങ്ങി ആദ്യ വെള്ളിയാഴ്ച ഈശോ, പക്ഷേ എനിക്ക് പറ്റില്ല. ചെന്നാൽ ആദ്യ വെള്ളിയാഴ്ച അല്ലെങ്കിൽ ആദ്യ വ്യാഴാഴ്ച രാത്രിയിലൊക്കെ ആയിട്ട് ഞാൻ നമ്മുടെ പാപത്തിൽ വീണു പോവച്ചാൽ എനിക്ക് മടുപ്പ് വെച്ചാൽ, അതായത് ചിലപ്പോഴൊക്കെ നമുക്ക് നല്ല ആഗ്രഹങ്ങളായിരിക്കും, അത് നടക്കാതെ വരുമ്പോൾ നമ്മൾ നഷ്ടധൈര്യരാകരുത്. നമ്മുടെ ആത്മീയ ജീവിതത്തിലെ ഒരു രഹസ്യമാണ് സഹോദരങ്ങളെ, ചില മേഖലയിൽ നമ്മൾ വീണാലും കർത്താവ് ഒരു ദിവസം നമ്മെ താങ്ങും. ആ ഒരു കാത്തിരിപ്പ് ആത്മീയതയിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ഭാരം, ഒരു പക്ഷേ ആ യുവാവിനുള്ളത് മാത്രമല്ല, നമ്മുടെയൊക്കെ ജീവിതത്തിലുള്ളതാണ് ഈ ഭാരങ്ങളൊക്കെ. നിങ്ങളൊന്ന് ഒരു ആത്മീയ പിതാവിനോട് ഇതൊക്കെ ഷെയർ ചെയ്യണം. അതായത് ഈ വ്യക്തിക്ക് ആത്മീയമായിട്ട് തന്നെ നയിക്കാൻ പറ്റും. അത് സ്ത്രീകളാണെങ്കിൽ നിങ്ങളുടെ നല്ല ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനൊക്കെ അറിയുകയാണെങ്കിൽ നിങ്ങൾ അവരോട് പങ്കുവയ്ക്കാം, നിങ്ങളുടെ വികാരിച്ചന്മാരോട് വേണം പങ്കുവയ്ക്കാം, അല്ലെങ്കിൽ ആത്മീയമായ ഒരു ഉന്നത ശ്രേണിയിലായിരിക്കുന്നവരോട് പങ്കുവയ്ക്കാം. പുരുഷന്മാരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും വൈദികർ അല്ലെങ്കിൽ നിങ്ങൾ ബ്രദേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അവരെ നിങ്ങളെ ശരിക്കും നിങ്ങളെ നയിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ വികാരിച്ചന്മാരോട് പങ്കുവയ്ക്കാൻ പറ്റുവാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് അതായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് നമ്മളതുകൊണ്ട് ധ്യാനിക്കുന്നത് ഇന്ന് ഒരു കൃപയുടെ വചനമാണ്. വിശുദ്ധ മത്തായി 6:1 വചനം പറയാണ്, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി അവരുടെ മുൻപിൽ വെച്ച് നിങ്ങളുടെ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ എന്നിട്ട് പറയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിങ്കൽ നിങ്ങൾക്ക് പ്രതിഫലമില്ല. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്തു കൂട്ടുന്നത്. അതൊരു പ്രവൃത്തിയുടെ മാത്രമല്ല, നമ്മൾ വിചാരിക്കും ഒരു പ്രവൃത്തിയുടെ കാര്യം, അത് മാത്രമല്ല സഹോദരങ്ങളെ. മറ്റുള്ളവരെ കാണിക്കാൻ നമ്മളൊരു വീട് വയ്ക്കുക, മറ്റുള്ളവരെ കാണിക്കാൻ കുറേ ഈ ഒരു ഷോ പരിപാടിക്ക് വേണ്ടിയിട്ട് നമ്മൾ ചാരിറ്റി ചെയ്യുക, മറ്റുള്ളവരെ കാണിക്കുക. ഈശോ എന്താ പറഞ്ഞിട്ടുള്ളത്? നിന്റെ വലതുകരം ചെയ്യുന്നത് ഇടതുകരം അറിയരുത് അല്ലേ. നമ്മൾ ഇങ്ങനെയുള്ള പരിപാടികൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ലോകത്തിൽ തന്നെ നമ്മൾ പ്രതിഫലം സ്വീകരിച്ചു കഴിഞ്ഞു അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ദൈവമേ, മറ്റുള്ളവരെ കാണിക്കാതെ തന്നെ നന്മ ചെയ്യാൻ, മറ്റുള്ളവരാരും അറിയാതെ തന്നെ സഹായിക്കാൻ, അത് സമയം കൊണ്ടായിരിക്കാം, സമ്പത്ത് കൊണ്ടായിരിക്കാം, അറിവ് കൊണ്ടായിരിക്കാം, പ്രാർത്ഥന കൊണ്ടായിരിക്കാം, ഏതാണെങ്കിലും പ്രിയ സഹോദരങ്ങളെ, ശരിക്ക് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ആകരുത്. ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്, ഒരു സഹോദരനോട് ചോദിച്ചു, എന്താ നീ പള്ളിയിൽ വരാത്തത്? അപ്പം അവൻ പറഞ്ഞു, വളരെ സിമ്പിളായിട്ട് എനിക്ക് ഞാൻ പള്ളിയിൽ വന്ന് പ്രാർത്ഥിക്കുന്ന ആളാണെന്നൊക്കെ തോന്നില്ലേ, അതുകൊണ്ട് എനിക്ക് ആരും അങ്ങനെ പറയേണ്ടത് ഇഷ്ടമല്ല. ഈ വചനം ഇതാണ് അച്ഛൻ, 6:1 വചനം, അതുകൊണ്ട് ഞാൻ ഞായറാഴ്ച കുർബാനയ്ക്ക് പോലും പോകുന്നില്ല എന്ന് പറഞ്ഞ് ശരിക്കും വചനത്തെ ദുർവ്യാഖ്യാനം ചെയ്യുന്നവരും നമ്മുടെ ഇടയിലുണ്ട്. നമ്മൾ കുർബാനയ്ക്ക് പോകുകയാണെങ്കിലും മറ്റുള്ളവരെ കാണിക്കാന്നില്ല, യേശു ഞാനും മാത്രം അങ്ങനെയുള്ളവർ ബലിയർപ്പിക്കുന്നത് കണ്ടോ, അവർ വേറെ ഒരുത്തിരിക്കും നോക്കില്ല, അവർ കണ്ണടച്ച് അവിടെ നിൽക്കണ കണ്ടാ അറിയാം ഇവൻ കർത്താവിനെ കണ്ടിട്ടാണ് ബലിയർപ്പിക്കുന്നത്, ഇവള് കർത്താവിനെ കണ്ടിട്ടാണ് ബലിയർപ്പിക്കുന്നത്. അത്തരത്തിലുള്ളൊരു അഭിഷേകത്തിലേക്ക് കർത്താവെ ഞങ്ങൾ വളർത്തണമേ നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്നലെ ദുഃഖറാന തിരുനാളല്ലായിരുന്നു അച്ഛൻ്റെ ഇടവകയിൽ, സെൻറ്റ് തോമസ് ഇടവകയാണ്. അതിൽ പെരുന്നാളൊക്കെ ആയിരുന്നു, നന്നായിരുന്നു കേട്ടോ. പിന്നെ 2 ദിവസം മുമ്പ് അച്ഛൻ പറഞ്ഞില്ല ഇങ്ങനെ ഏങ്ങണ്ടിയൂർ ഇടവകയിലാണ്. അപ്പം ഞാൻ ധ്യാന കേന്ദ്രത്തിലായിരുന്നു. അപ്പോൾ വൈപ്പിൻ എന്ന് പറയുന്നത് നമ്മുടെ എറണാകുളത്ത് നിന്നൊരു മകൻ വരുമായിരുന്നു, ആരൺ. അപ്പോൾ അവൻ ഇന്നലെ ഞാൻ യൂട്യൂബിൽ അച്ഛൻ പറയണ കേട്ടോ. അപ്പോൾ ഞാൻ സെൻറ്റ് തോമസ് ദേവാലയം ഏങ്ങണ്ടിയൂരിൽ ഗൂഗിൾ ചെയ്ത് അങ്ങനെ ഞാനിവിടെ വന്ന് ഇറങ്ങി. അങ്ങനെ ഞാൻ നോക്കുമ്പോൾ ഒരു 1 മണി സമയത്ത് നമ്മുടെ ആരും കുറേ നാളുകളായി ഞാൻ അവനെ കണ്ടിട്ട്. അപ്പം അങ്ങനെ ഒരു 1-2 പേരൊക്കെ വരികയുണ്ടായി. എന്തായാലും ഈശോ നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്നലത്തെ തിരുനാൾ കുർബാനയിൽ അച്ഛൻ പ്രത്യേകമായിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കാണുന്ന നമ്മളൊരു കുടുംബമാണ്. പ്രൈസ് ദി ലോർഡ്. ചിലപ്പോൾ കുടുംബം എന്ന് പറഞ്ഞ കാര്യം നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ടാവില്ല, പക്ഷെ നമ്മളൊരു കുടുംബമാണ്. നിങ്ങൾ എവിടെയെങ്കിലൊക്കെ വെച്ച് അച്ഛനെ കാണുമ്പോൾ പറയണം, അച്ഛൻ്റെ വീഡിയോ ഞങ്ങൾ എല്ലാ ദിവസവും കാണുന്നുണ്ട് കേട്ടോ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ തമ്മിലൊരു ബന്ധം അവിടെ ബലപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഈശോ നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ, എപ്പോഴും എന്നേക്കും. ആമേൻ.